തിരുവനന്തപുരം മലയൻകീഴിൽ 1ാം ക്ലാസ്സുകാരിക്ക് അധ്യാപികയുടെ മർദ്ദനമെന്ന പരാതി. മലയൻകീഴ് മണപ്പുറം ഗുഡ് ഷെപ്പേർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനെതിരെയാണ് 6 വയസ്സുകാരിയുടെ കുടുംബം പരാതിയുമായി രംഗത്തെത്തിയത്. മർദ്ദനം മാത്രമല്ല, മാനസിക പീഡനവും അധ്യാപകർ നടത്തിയെന്ന് 1ാം ക്ലാസ്സുകാരി തന്നെ പറയുന്നുണ്ട്. നിരന്തരം അധ്യാപകർക്കെതിരെ രക്ഷകർത്താക്കളുടെ പരാതികൾ ഉയർന്നിട്ടും നടപടി ഉണ്ടായില്ല എന്നതാണ് കുട്ടിയുടെ കുടുംബം വ്യക്തമാക്കുന്നത്. മുഖ്യമന്ത്രിക്കും ബാലാവകാശ കമ്മീഷനും മന്ത്രി ബിന്ദു കൃഷ്ണയ്ക്കും രക്ഷിതാക്കൾ പരാതി നൽകി. കൊടിയ മാനസിക പീഡനവും സ്കൂളിൽ കുട്ടികൾക്കെതിരെ നടക്കുന്നുവെന്നും ഇവർ ആരോപിക്കുന്നു. അതേസമയം പരാതി അടിസ്ഥാനരഹിതമാണെന്നും സ്കൂളിൽ മർദ്ദനമോ മാനസിക പീഡനമോ ഉണ്ടായിട്ടില്ലെന്നുമാണ് മാനേജ്മെന്റിന്റെ പ്രതികരണം. ഇന്നലെ പീറ്റിക്ക് നമ്മളെ ഇറക്കി. അപ്പോഴാണെങ്കിൽ ഒരു കുട്ടി ചോറ് കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പം ഒരു ടീച്ചറാണെങ്കിൽ പറഞ്ഞ് നിന്ന് കഴിയുന്നു, ലേറ്റായ കൊച്ച്. അപ്പോഴാണെങ്കിൽ ബാക്കിയെല്ലാ കുട്ടികളും കഴിച്ച് തീർന്നവിടെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണെങ്കിൽ ഈ കുട്ടി മാത്രം ലേറ്റായി ചോറ് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണെങ്കിൽ ഒരു ടീച്ചർ പറഞ്ഞു എണീറ്റ് കഴിയുമെന്ന് പറഞ്ഞു. അപ്പം ആ കുട്ടി എണീറ്റ് നിന്ന് മുഴുവനും ചോറ് കഴിച്ചിട്ട് ഇങ്ങനെ പോയി. ഒരു കുട്ടി വന്ന് ഇങ്ങനെ തള്ളിയപ്പോൾ ഞാൻ ഈ തലയിടിച്ച് ഞാൻ കമന്ന് വീണു. ടീച്ചർ അറിഞ്ഞില്ല ഈ കാര്യം. അന്നൊരു ദിവസം ടോയ്ലറ്റിൽ പോയി ഞാൻ ചോദിച്ചു. അപ്പോഴാണെങ്കിൽ നോ എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ പക്ഷേ ഞാൻ 3 തവണ ചോദിച്ചിട്ട് എന്നെ വീട്ടിൽ വരാം. എന്നിട്ടാണെങ്കിൽ എനിക്ക് വയറുവേദന എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കഴുത്തിൽ കിടന്ന ലോക്കറ്റ് മാല. അപ്പം ആ മാല എടുത്ത് ഞാൻ കയ്യിൽ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പം അടുത്തിരുന്നൊരു വെച്ച് പറഞ്ഞു ദൈവം കൊള്ളത്തില്ലേ. അപ്പം ഞാൻ ചോദിച്ചു അതെന്താ. എന്നിട്ട് പറഞ്ഞു നീ ചോദിച്ചിട്ട് നിന്നെ വിട്ടില്ലല്ലോ എന്ന്. എന്നിട്ടാണെങ്കിൽ ഇൻ്റർവെൽ വന്നപ്പോഴാണ് ഞാൻ ഓടിപ്പോയി ടോയ്ലറ്റിൽ പോയത്. കാരണം എൻ്റെ കുഞ്ഞിന് പിന്നെ ഒരു ENTയുടെ ഒരു സർജറിയൊക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു. കാരണം പിന്നെ പാളയത്തെ ജൂബിലി ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ അതെല്ലാം റെസ്റ്റെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ക്ലാസ്സിൽ പോകുന്നത്. അപ്പോൾ ഒരു ദിവസം ഈ രാഗി എന്ന് പറയുന്ന ടീച്ചർ വന്നിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ ഇങ്ങനെ അടിച്ചു. കൈ കൊണ്ടാണ് അടിച്ചത്. അപ്പോൾ ഈ കൈ കൊണ്ടടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, ഒരു കുഞ്ഞു കുട്ടിയാണ്, 5 വയസ്സുള്ള, അതിനുള്ള ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. അപ്പോൾ ഈ കയ്യിലടിച്ചപ്പോഴത്തേക്ക് കുഞ്ഞിന് ഭയങ്കരമായിട്ട് വേദനിക്കുകയും ചെയ്തു. അപ്പോൾ ഈ കയ്യിൽ വന്നിട്ട് ഇങ്ങനെ നീരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്ന് കുഞ്ഞ് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു വൈകുന്നേരമായപ്പോൾ. അത് കഴിഞ്ഞ് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞ് ബാത്റൂമിൽ പോട്ടെ എന്ന് ചോദിച്ചായിരുന്നു. ബാത്റൂമിൽ പോകാതെ അപ്പോൾ പിന്നെ അത് നാൻസി ടീച്ചറാണ്. അപ്പോൾ കുഞ്ഞ് പിന്നെ ഞാൻ ടോയ്ലറ്റിലോട്ട് പോയിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നോ, അവിടെ പോയിരിക്കാമെന്നും പറഞ്ഞ് ഷൗട്ട് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ 5 വയസ്സുള്ള പൊടി കുഞ്ഞുങ്ങളാണ് നിങ്ങൾ, 5 അല്ലെങ്കിൽ 6 വയസ്സ്. ഇതും കഴിഞ്ഞിട്ട് അപ്പോൾ വീണ്ടും ഒരു ദിവസം രാവിലെ സ്കൂളിൽ പോകാനായിട്ട് ഇപ്പോൾ വയറ് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു മോളെ നമുക്ക് എന്തായിരുന്നാലും ഡോക്ടറെ കാണാം. അങ്ങനെ ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റിനെ പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞ് യൂറിനറി ഇൻഫെക്ഷൻ്റെ ചാൻസാണ് എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പിന്നെ ഇങ്ങനെ സ്കൂളിൽ അപ്പോഴാണ് മോള് ഡോക്ടറെ അടുത്ത് പറയുന്നത് ഇന്ന പോലെ ഞങ്ങളെ പിന്നെ യൂറിൻ പാസ്. ഞാനിത് ഏതറ്റം വരെയും പോകും. കാരണം ഇനി ഒരു കുഞ്ഞുങ്ങൾക്കും ഇത് ഉണ്ടാകരുത്. നീതിപൂർവമായിട്ടുള്ള എല്ലാ ഈ സ്കൂളിൽ മാത്രമൊന്നല്ല, എല്ലാ സ്കൂളുകളിലും കുഞ്ഞുങ്ങൾക്ക് നീതി കിട്ടണം. ഇടുക്കി നെടുങ്കണ്ടത്ത് 200 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. എക്സൈസിന്റെ തണ്ടർ വേട്ടയുടെ ഭാഗമായുള്ള പരിശോധനയിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത്. 7 ലക്ഷം രൂപ വില വരുന്ന ഉൽപ്പന്നങ്ങളാണ് കണ്ടെത്തിയത്. നെടുങ്കണ്ടം പടിഞ്ഞാറേ കവലയിൽ വ്യാപാരി പുത്തൻ വീട്ടിൽ ഷമീർ ഷംസുദ്ദീന്റെ വീട്ടിൽ നിന്നാണ് പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത്. 15 ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന 1000 പാക്കറ്റ് നിരോധിത ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. ടൗണിലെ പലചരക്ക് പച്ചക്കറി വ്യാപാരത്തിന്റെ മറവിലായിരുന്നു വിൽപ്പന. കഴിഞ്ഞ ദിവസം വാഹന പരിശോധനയ്ക്കിടെ നിർത്താതെ പോയ വാഹനത്തെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ഇയാൾ മേഖലയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ മൊത്ത കച്ചവടക്കാരനാണെന്നാണ് വിവരം. NCP ശരത് പവാർ വിഭാഗം BJP സഖ്യത്തിലേക്ക് പോയേക്കുമെന്ന ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ CPIM കണ്ണൂർ ജില്ലാ നേതൃത്വത്തിനെതിരെ കടുത്ത പ്രതിഷേധവുമായി NCP വിഭാഗം. CPIM കണ്ണൂർ ഔദ്യോഗിക പേജിൽ വന്ന വിവാദ പോസ്റ്റിനെതിരെ നടപടി വേണമെന്ന് NCP സംസ്ഥാന ജനറൽ സെക്രട്ടറി MP മുരളി ആവശ്യപ്പെട്ടു. BJPക്കെതിരെ നിൽക്കുന്ന CPIM തന്നെ ഘടകകക്ഷിയായ തങ്ങളെ താറടിച്ച് കാണിക്കാൻ ബോധപൂർവം ശ്രമിച്ചുവെന്നതാണ് NCPയുടെ ആരോപണം. ശ്രദ്ധിക്കാതെയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്നില്ലെന്നും
കോൺഗ്രസിലോ ലീഗോ ആണ് പറഞ്ഞതെങ്കിൽ പ്രശ്നമില്ലായിരുന്നുവെന്നും NP മുരളി പറഞ്ഞു. വിഷയത്തിൽ NCP നേതാവ് PC ചാക്കോ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിനെ നേരിട്ട് വിളിച്ച് ശക്തമായ വിയോജിപ്പ് അറിയിച്ചതിനെ തുടർന്ന് വിവാദമായ പോസ്റ്റർ ഫേസ്ബുക്കിൽ നിന്നും പിൻവലിച്ചു.